കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് വീണ്ടും ശശി തരൂർ വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. തരൂർ പറഞ്ഞത് ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയെന്നും ഉക്രൈൻ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായ നയതന്ത്രമായിരുന്നു എന്നുമാണ് റായ്സിന ഡയലോഗിൽ തരൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തരൂരിൻ്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. ജമീഷിന് ചോദ്യത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്, അതായത് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയില്ല, പക്ഷെ ഇതൊക്കെ വാർത്തകളിൽ കൃത്യമായ നിശ്ചിതമായ ഇടവേളകളിൽ വാർത്തകളിൽ ഇടം പിടിക്കാനാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിലപ്പോൾ സംശയം തോന്നും. ഞാൻ ശശി തരൂരിനെ പോലൊരു സ്റ്റേറ്റ്സ്മാൻ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുക. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് എം പി മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അത് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അതിനെ തുടർന്ന് സ്വയമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ പാർട്ടി കൊടുത്തൊരു പദവിയാണ്. ഇതിനേക്കാൾ എല്ലാം ഉപരി ഈ സമ്മേളനം, ഈ റൈസിന ഡയലോഗ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര വേദിയാണ്. അത് ഈ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പുമായിട്ട് ചേർന്ന് സഹകരിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനൊരു ഔദ്യോഗിക നിറവുണ്ട് ഈ റൈസിന ഡയലോഗ്സിന്. അവിടെ തരൂർ പങ്കെടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺഗ്രസ് MP എന്നതിനപ്പുറത്ത് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും കൂടാം. ആ സ്ഥാനം കൊടുത്തത് നരേന്ദ്രമോദി അല്ല, ഒപ്പിടുന്നത് സ്പീക്കറായിരിക്കാം, പക്ഷേ അവിടേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട പാർലമെന്ററി കാര്യസമിതികളിൽ ഒന്നായത് കോൺഗ്രസിന് കിട്ടുന്നത്. അപ്പം അവിടേക്ക് വെച്ചത് കോൺഗ്രസ്. അപ്പോൾ അവിടെ നമ്മുടെ ശശി തരൂർ സംസാരിക്കേണ്ടത് കോൺഗ്രസ്സുകാരനായിട്ടാണ്. കോൺഗ്രസിൻ്റെ ആശയങ്ങളാണ് അവിടെ പറയേണ്ടത്, അല്ലെ കോൺഗ്രസിൻ്റെ നിലപാടുകളാണ്. അപ്പം ജമേഷിൻ്റെ ചോദ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നിപ്പോൾ ഉക്രൈൻ റഷ്യ ഈ പ്രശ്നത്തിൽ, ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ പറ്റുന്ന ഒരു ലോക നേതാവായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഭാരതീയനാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എവിടെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നിർണായക ശക്തിയായിട്ട് മാറിയത്? എവിടെയാണ്? കുറേ കാലങ്ങളായിട്ട് പാണന്മാരിങ്ങനെ പാടി കിടക്കുന്നുണ്ട്. ഇതാ നരേന്ദ്രമോദി ഇടപെട്ടു, ഇപ്പോൾ ഉടനെ യുക്രൈൻ യുദ്ധം അവസാനിക്കും, അജിത് ഡോവൽ അങ്ങോട്ട് പോവുകയാണ്, ചെന്ന് കഴിഞ്ഞാൽ ഉടനെ സെലൻസ്കി എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു എന്നൊക്കെയാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കഴിഞ്ഞ നോബൽ സമ്മാനം കിട്ടുമെന്നൊക്കെ ഇവിടെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു, BJP-ക്കാർ, ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ പേരിൽ. എന്നിട്ട് ഉക്രൈൻ യുദ്ധം എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇത് തീർക്കാൻ കഴിവുള്ള ഒരു നേതാവ് അദ്ദേഹമാണെന്നാണല്ലോ. ഇന്നിപ്പം ട്രംപ് ഇതിനകത്ത് ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ട്. അദ്ദേഹം പരിധി വിട്ട്, റഷ്യയുമായിട്ട് വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു രാജ്യമാണല്ലോ അമേരിക്ക, നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട. ആ പരിധിയൊക്കെ വിട്ടിട്ട് സെലൻസ്കിയെ വൈറ്റ് ഹൗസിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടതാണ് ട്രംപ്. എന്നിട്ട് ട്രംപ് ഇതങ്ങ് പരിഹരിക്കുമെന്നുള്ള മട്ടില്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ടെലഫോണിൽ സംസാരിച്ചു പുടിനുമായിട്ട്. എന്താ ഉണ്ടായി? 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ട്രംപിനെ പോലെ ഒരു വലിയ ലോക നേതാവിന്, അല്ലെങ്കിൽ ഏറ്റവും ശക്തിമാനായ ലോക നേതാവെന്ന് സ്വയം അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ട്രംപിന് 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് വെച്ച ഒരു നിർദ്ദേശവും അദ്ദേഹം സ്വീകരിച്ചില്ല. അതായത് 30 ദിവസത്തേക്ക് ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു, അതുപോലെ സമ്മതിച്ചില്ല. എന്നിട്ട് അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങോട്ട് വയ്ക്കായത്, അതായത് മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് പുടിൻ ചെയ്തത്. അത് മാത്രമല്ല, ഈ ചർച്ച, ടെലഫോണിക് കോൺവെർസേഷൻ കഴിഞ്ഞ ഉടനെ ഡ്രോണുകളെ ഉപയോഗിച്ച് അവർ ഉക്രൈനിൽ ആക്രമണം നടത്തി, ഒരാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ് ഈ യുദ്ധം തീരുന്നത്? അപ്പോൾ നമ്മളൊക്കെ പറയുകയാണ് ഇത് തീർക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന്. ആണെങ്കിൽ നല്ലതാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ ഉക്രൈൻ നിലപാടിൽ ഇന്ത്യ എടുത്ത ഒരു നയം, സ്വീകരിച്ചൊരു നയം, അതിനെ അദ്ദേഹം പ്രശംസിക്കുക. അവിടെ അദ്ദേഹം വാസ്തവത്തിൽ എന്തുവാ ചെയ്യുന്നത്? അദ്ദേഹം നേരത്തെ അതിശക്തമായിട്ട് ഉന്നയിച്ച അഭിപ്രായങ്ങളെ
തള്ളിക്കളയാം. ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് അദ്ദേഹം പറയുക. നമ്മൾ സാധാരണഗതിയിൽ അഭിപ്രായ സ്ഥിരതയുള്ള ആളുകൾ. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. നമ്മളിപ്പം ലോകപൗരനോ ഒന്നുമല്ല, ഒരു സാധാ ഇന്ത്യൻ പൗരനാണ്, വിശ്വപൗരനൊന്നുമല്ല. പക്ഷെ നമുക്ക് ചില നിലപാടുകളുണ്ട്, അതിന് ഉറച്ചു നിൽക്കും. ഇദ്ദേഹം എന്താ പറഞ്ഞത് പാർലമെന്റിൽ? ഇദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് വാസ്തവത്തിൽ ഇവിടെ ആരാ യുദ്ധം ആരംഭിച്ചത്? റഷ്യ. അദ്ദേഹം പറഞ്ഞതാ ശരി, റഷ്യയാണ്. അതുപോലെ തന്നെ UN ചാർട്ടറിന്റെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. UN ചാർട്ടറിന്റെ ലംഘനമായിരുന്നു. അത് മാത്രമല്ല, ഉക്രൈൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യമാണ്. അതിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് റഷ്യ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റഷ്യയെ സപ്പോർട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു 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 പ്രധാനപ്പെട്ട MP, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസിലൊക്കെ വളരെ പണ്ഡിതനാണെന്ന് ഇപ്പോൾ BJP പറയുന്ന ആള്. ഇന്നലെ ഈ പ്രസംഗത്തിന് ശേഷം, അതിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം BJPയുടെ IT സെല്ലിന്റെ ആളുകളൊക്കെ ഇതാ പറയുന്നത്, ഡിപ്ലോമാറ്റിക് ഇഷ്യൂസിൽ വലിയ മിടുക്കൻ. അങ്ങനെയുള്ള ഒരാള് ഇദ്ദേഹത്തെ പുകഴ്ത്തി എന്നതിനപ്പുറം, മോദിയെ പുകഴ്ത്തുന്നു എന്നതിനപ്പുറത്തും അദ്ദേഹത്തിന്റെ സ്വന്തം നിലപാടുകൾ പിൻവലിച്ചുകൊണ്ട് പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ സമ്മതിച്ചു, ഇദ്ദേഹം ഈ വിദേശ രംഗങ്ങളിലെ വിദേശകാര്യത്തിലൊക്കെ ഇങ്ങനെ ഇന്ത്യ ഈ നിലപാടെടുക്കുന്നു. ഞാനൊരൊറ്റ കാര്യമായി ചോദിക്കുന്നുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി സ്വാധീനമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നു. നല്ല കാര്യം, അങ്ങനെ ആവട്ടെ. പക്ഷേ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കിയപ്പോൾ, ഇന്ത്യക്കാരെ പുറത്താക്കി 3 ഫ്ലൈറ്റിൽ അവര് ആളുകളെ അയച്ചു. അപ്പൊ കുറഞ്ഞ പക്ഷം മോഡി അവിടെ ഉള്ളപ്പോഴാണ് ആദ്യത്തെ ഫ്ലൈറ്റ്. രണ്ടാമത്തെ ഫ്ലൈറ്റ് മോഡി തിരിച്ചു വന്നതിന് ശേഷം. മനസ്സിലാക്കണം, അവിടെ ഇത്രയും അടുപ്പം, സൗഹൃദം, ട്രംപും അദ്ദേഹവും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് എന്താ ചെയ്തത്? ചങ്ങലക്കിട്ടാ വിട്ടത്. കാലിലും കയ്യിലും ചങ്ങലക്കിട്ടാ വിട്ടത്. നിങ്ങൾക്ക് നമ്മുടെ നയതന്ത്രം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇന്ത്യൻ പൗരന്റെ ആത്മാഭിമാനം, ഇന്ത്യയുടെ ആത്മാഭിമാനം, അന്തസ്, അതുപോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ്, അല്ലെ ആ സർക്കാരിന്റെ തലവനെ കുറിച്ചാണ് നമ്മുടെ ശശി തരൂർ പറയുന്നത്. ലോകം കണ്ട, അല്ലെ ലോകത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റിയ ഒരാളെന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞത് ഒരു കാര്യം, അദ്ദേഹം അവിടെ കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട ആളാണ്. രണ്ടാമത്, അദ്ദേഹം ഈ ലോക പ്രതിസന്ധികൾ തീർക്കാൻ പറ്റിയ ഒരാളാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അല്ലാതെ നമുക്ക് മനസ്സിലായിട്ടില്ല. ആവണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ ഒരു അന്താരാഷ്ട്ര വേദിയിൽ റൈസിന ഡയലോഗ് പോലൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് നമ്മുടെ ശശി തരൂർ, കോൺഗ്രസ് MP, കോൺഗ്രസിൻ്റെ നോമിനിയായിട്ട് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചെയർമാനായ ആള് ഈ തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് അവരെ തലവേദനയിൽ വെട്ടിലാക്കുമൊന്നുമല്ല, പാർട്ടിയെ വല്ലാത്ത പ്രതിസന്ധിയിലെത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തരൂർ ഒരു വിശ്വപൗരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് MP എന്തൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയത് അത് കോൺഗ്രസിനെ എങ്ങനെ പ്രതിസന്ധിയിലാക്കും? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പോയി കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ട ആളാണ്. പക്ഷേ ഒരു പൗരൻ എന്ന രീതിയിൽ മാറ്റി നിർത്തിയാൽ, രാഷ്ട്രീയം ഒഴിച്ചു നിർത്തിയാൽ അതിനെ നമ്മൾക്ക് എങ്ങനെ കാണാനാകും? അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായപ്പോൾ തന്നെ, വിവാദം കോൺഗ്രസ്സുകാരൊന്നും ഉണ്ടാക്കിയില്ല, അവരാരും മിണ്ടാൻ പോയില്ല, അവര് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ മാധ്യമങ്ങളും BJPയും കൂടെ ചേർന്നാണ് ഇതൊരു വലിയ ഒരു വിഷയമാക്കി മാറ്റിയത്. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഏതേത് സമയങ്ങളിലാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നത്? അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയക്കാരനാണ്, അടിസ്ഥാനമായിട്ട് കോൺഗ്രസിൻ്റെ MP-യാണ്. അദ്ദേഹം എപ്പോഴാണ് ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട്? ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സംസാരിക്കും, 5 കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാഷ്ട്രീയം സംസാരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരാളാണ്. ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം പേരുന്ന ഒരാളാണ്. രാഷ്ട്രാന്തരീയ വിഷയങ്ങളിലാവട്ടെ, അതുപോലെയൊക്കെയുള്ള സാംസ്കാരിക സ്വഭാവമുള്ള വിഷയങ്ങളിലാവട്ടെ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയണം. എന്നിട്ട് ഒരു സ്വതന്ത്ര ചിന്തകനായിട്ട് നിൽക്കാം. ഇപ്പോൾ ഞാൻ മലയാളി ആയതുകൊണ്ടാണ്, അരുന്ധതി അവരുടെ പേര് പറഞ്ഞാൽ മലയാളി ആയതുകൊണ്ടാണ്. അവരുടെ അഭിപ്രായം, അവരുടെ നിലപാട്, അവർക്ക് ഏത് അഭിപ്രായവും പറയാം. കാരണം അവർക്ക് യാതൊരു ബന്ധങ്ങളും, അല്ലെ എന്തെങ്കിലും ബാധ്യതകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടില്ല.
അവർ സർവ്വന്ത സ്വതന്ത്രയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു ഭാരതീയ പൗരൻ എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഭാരതീയ പൗരനാണ്, നമ്മളൊക്കെ ഭാരതീയ പൗരന്മാരാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു ഒരു സ്ഥാപനത്തോട് നിങ്ങൾക്കൊരു ഒരു സംഘടനയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമീഷിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്താ പറയുക രാഷ്ട്രീയത്തിന് അതീതം, അത് കഴിഞ്ഞ് അന്നേരം ഞാൻ ഭാരതീയ പൗരൻ, അത് കഴിഞ്ഞ് ഞാൻ കോൺഗ്രസ് MP, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കട്ടെ. അദ്ദേഹം രാഷ്ട്രീയത്തിലാണെങ്കിൽ അത് കോൺഗ്രസിലാണെങ്കിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് നാളെ BJP പോവാം, CPM പോവാം, ഇവിടെ വേണേൽ പോകട്ടെ. അദ്ദേഹം ആദ്യം തീരുമാനിക്കേണ്ട ഞാനൊരു രാഷ്ട്രീയക്കാരനായി നിൽക്കണോ അതോ ഒരു സാമൂഹിക ചിന്തകനായിട്ട് എൻ്റെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് അവസരം കിട്ടണോ, അത് തീരുമാനിച്ചിട്ട് നമുക്ക് ഈ വക വിഷയങ്ങളിൽ അഭിപ്രായം പറയാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയക്കാരൻ എപ്പോഴും രാഷ്ട്രീയക്കാരനാ. കോൺഗ്രസിൻ്റെ MP ആയിരിക്കണം, സംശയം വേണ്ട. ഓക്കെ, എന്തായാലും ഈ പ്രസ്ഥാനം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ്, ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. നേതാക്കൾ ആരും BJP ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. BJPയുടെ കേരളത്തിലെ നേതാക്കളടക്കം അത് ആഘോഷമാക്കി മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് പോലും ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരിക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക്, അത് കഴിഞ്ഞാൽ നിയമസഭ ഒരു വർഷം അല്ലെങ്കിൽ 1-2 മാസം കൂടെ, ഒരു വർഷം 1-2 മാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷൻ വരികയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന നേതാക്കളുടെ ഒരു യോഗത്തിൽ 30 അംഗങ്ങൾ പങ്കെടുത്തൊരു യോഗത്തിലുണ്ടായ തീരുമാനം എന്ന് പറയുന്നത് ഇത്തരം തർക്ക വിഷയങ്ങളിൽ, വിവാദ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ശ്രമിക്കുക, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ്. തീരുമാനമെടുത്ത യോഗത്തിൽ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുത്ത ഒരു യോഗമാണ്. ആ തീരുമാനം ശശി തരൂരിനും ബൈൻഡിങ്ങാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം രാഷ്ട്രീയത്തിൽ അതീതവും പിന്നെ ഒരു വർഷം രാഷ്ട്രീയവും പറയാൻ ഉള്ള ഒരു ഇതല്ല, ആ ഒരു മാൻഡേറ്റ് അല്ല ആ യോഗത്തിൽ അതിൽ പങ്കെടുത്ത ആർക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഇനി ശശി തരൂർ അദ്ദേഹത്തിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ നാളെ എന്താണ് അദ്ദേഹം ആകാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എടുക്കട്ടെ, തീരുമാനിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതായിരിക്കാം കോൺഗ്രസ് ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ KPC പ്രസിഡന്റിനോടോ പ്രതിപക്ഷ നേതാവിനോടോ ചോദിച്ചപ്പോഴും അവർ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ആ ഡൽഹി സമ്മേളനത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല, ഇദ്ദേഹം സ്വതന്ത്രനാണ് എന്തും പറയാൻ എന്നാണെങ്കിൽ അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ്? അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കണോ, കോൺഗ്രസിൻ്റെ ഭാഗമാകണോ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ, UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ പങ്കാളിയായിട്ട് അദ്ദേഹം നിൽക്കണമെന്നും അദ്ദേഹം തീരുമാനിക്കട്ടെ. അതായിരിക്കാം കാരണം. ഓക്കെ, നേരത്തെയാണെങ്കിൽ ഇടത് സർക്കാരിൻ്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വിവാദങ്ങളിൽ ഇടം നേടുന്നതും പിന്നീട് ഡൽഹിയിൽ ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ പിന്നീട് ഒരു മൗനം ഉണ്ടായിരുന്നു. കേരളത്തിലും കോൺഗ്രസ് നേതാക്കൾ ശാന്തത പ്രകടിപ്പിച്ചു, അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക്. പക്ഷേ ഇപ്പോൾ തരൂർ വെടിവെട്ടിച്ചതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അങ്കലാപ്പിലായി നിൽക്കുകയാണ്. തരൂരിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനപ്പുറം തരൂർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് വിടാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമം നടത്തുമോ എന്നൊരു ഭയം അവർക്കുണ്ടോ? കാരണം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തമ്പടിച്ച് നിൽക്കുകയാണ്, ഞാനിപ്പോൾ BJP പ്രസിഡന്റ് ആവും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇതിന് 2 സിനാരിയോ ഇക്കാര്യത്തിലുണ്ട്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സജീവമായിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് വീടെടുത്ത്, നമ്മുടെ ഇവിടെ ജവഹർലാലാണ് അദ്ദേഹം വീടെടുത്തിരിക്കുന്നതെന്നും അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ സംസ്ഥാന പ്രസിഡന്റായേക്കും എന്നൊക്കെ പറയുന്നു. അതെന്തുമായിക്കോട്ടെ. അപ്പം നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ ശശി തരൂർ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചു. ഇതൊക്കെ ഒരു ഹൈപ്പത്തറ്റിക്കായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് വിടാൻ അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ നഷ്ടപ്പെടും. കാരണം അത് കൂറുമാറ്റ നിരോധ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ BJPക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു MP ആയിട്ട് രാജ്യസഭ വഴി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജോർജ് കുര്യനെയൊക്കെ അല്ലേ അങ്ങനെ അതുപോലെ കൊണ്ടുവരാൻ പറ്റും. വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, പ്രതിരോധ വകുപ്പോ അല്ലെങ്കിൽ ധനവകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പ് തന്നെ. അവിടെ ഇപ്പോൾ വിദേശകാര്യത്തിൽ ഇരിക്കുന്ന മന്ത്രി അത്ര മോശക്കാരനൊന്നുമല്ല, നല്ല ഒന്നാം തരം. ജയശങ്കർ നല്ല ഒന്നാം തരം ഒരു മന്ത്രിയാണ്. വിദേശകാര്യത്തിൻ്റെ കാര്യത്തിലൊരു നല്ല കഴിവുകൾ ഇതിനകം പ്രകടിപ്പിച്ചു കഴിഞ്ഞ ഒരാളാണ്. ഇനി അദ്ദേഹത്തെ മാറ്റിയിട്ട്
അതിനേക്കാൾ സമർത്ഥനായതുകൊണ്ട്. പക്ഷേ ജയശങ്കർ വിശ്വപൗരനല്ല, അതുകൊണ്ട് വേണമെങ്കിൽ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ വിദേശകാര്യമന്ത്രിയാക്കാം, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പദവി കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീറ്റ് ഒഴിയും. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഒരു വിജയ സാധ്യത. അവന് രാജീവ് ചന്ദ്രശേഖരന് വേണമെങ്കിലും മന്ത്രിയാവാം, ജയിച്ച് ചെന്നിട്ട് മന്ത്രിയാവും, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂരിന് ഒരു ഫാൻ ഫോളോയിങ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പല കാരണങ്ങളാൽ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പം പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ പിന്താങ്ങുന്നവർ, അദ്ദേഹം കൊള്ളാമെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ശശി തരൂർ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ള നിലപാടിൽ മാറ്റം ഉണ്ടാകുമോ? അത് തെരഞ്ഞെടുപ്പ് സാധ്യതകളെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പിന്നെ അദ്ദേഹം പോവുകയാണെങ്കിൽ ആ പരിക്ക് നമുക്ക് പിന്നീട് കുറച്ച് സമയമെടുത്ത് ഭേദപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വന്ന് തൊട്ട് നിൽക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അത് കഴിഞ്ഞ് നിയമസഭ. സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ പോലെ ഒരു സ്വീകാര്യതയുള്ള, അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, നല്ല സ്വീകാര്യതയുണ്ട് ഉള്ള ഒരാൾ പാർട്ടി വിട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ അത് ദോഷകരമാകും എന്നതുകൊണ്ട് നിശബ്ദത പാലിക്കുന്നത് തെറ്റൊന്നുമില്ലാതെ അത് സ്വീകരിക്കാവുന്ന ഒരു നടപടിയാണ്. പക്ഷേ വഴിയില്ലാതെ വന്നാൽ, ആളെ മുട്ടിയാൽ ചേര പോലും കടിക്കും. അത് മൂർഖനാവണമെന്നില്ല. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ തരൂരിന്റെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുമ്പോൾ BJP സാർ ഇപ്പോൾ പറഞ്ഞ ലൈനിൽ ചിന്തിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണല്ലോ. അദ്ദേഹത്തെ ഒരു ഹിന്ദുത്വവാദിയായിട്ട് എനിക്കിതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഹിന്ദുവാണ് എന്നതിനപ്പുറത്ത് ഈ BJPയോ RSSോ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വവാദത്തോട് അത്രയ്ക്ക് അടുപ്പമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിനൊരു BJPക്കാരനാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അദ്ദേഹത്തിൻ്റെ നിരന്തരം എന്തോണം അദ്ദേഹം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒരു BJPക്കാരനല്ല, അല്ലെ BJP മൈൻഡ് അല്ല. പക്ഷേ നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് ഈ സ്ഥാനമാനങ്ങൾ, അധികാരം, ഇപ്പോൾ ഇനിയും അടുത്തൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് 3-4 വർഷം അപ്പുറത്താണ്. അതിൽ തന്നെ കോൺഗ്രസിനോ അല്ലെങ്കിൽ അന്ന് ഇന്ത്യ സഖ്യം ഉണ്ടാകുമെന്നറിയില്ല, ഇന്ത്യ സഖ്യത്തിനോ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ അദ്ദേഹം ഒരുപക്ഷെ വീണ്ടും MP ആയേക്കാം. അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞുകൂടാ ശരിയാണോ, അതൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് നമുക്കതൊക്കെ ആ തീരുമാനങ്ങളൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പം അത്തരം ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം BJP ചേർന്നാൽ ഒരു നല്ല അംഗീകാരം, പദവിയൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനത്തെ ഒരാളാണോ ശശി തരൂർ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വേണേലാവാം. നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് ഈ ചക്ക ഇങ്ങനെ തുന്നിച്ച് നോക്കുന്ന പോലെ നോക്കാൻ പറ്റും. പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം കാലം അദ്ദേഹം ഒരു സംഘി മനസ്സുള്ള ഒരാളല്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴും, അതിനുത്തരം ഇപ്പോഴും ഇല്ല. പക്ഷേ പറഞ്ഞല്ലോ, പദവികൾ, സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ അതിനുശേഷം രാഷ്ട്രീയം വിട്ടാൽ കിട്ടാവുന്ന പദവികൾ, വലിയ വലിയ അമേരിക്ക, ചൈന പോലുള്ള രാജ്യങ്ങളിൽ പിന്നെ സ്ഥാനപതിയായിട്ട് പോവുക, അംബാസഡറായിട്ട് പോകുക, അങ്ങനെ എങ്ങനെയൊക്കെ വേണമെങ്കിലും അദ്ദേഹത്തിന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ആ വഴിക്കൊക്കെ ചിന്തിക്കുന്നുണ്ടോ, സാധ്യതകൾ ആരായുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഡൽഹി സമ്മേളനം പോലൊരു തീരുമാനമുണ്ടായിട്ടും നിരന്തരമെന്നോണം പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പിറ്റേ ഇറങ്ങിയിട്ട് പറയുന്നത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമാണ്, ഞാൻ ഭാരതീയനാണ്. ഞാനാ ഭാരതീയരല്ലാത്തത്, നമ്മളൊക്കെ ഭാരതീയരല്ലേ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. നിരന്തരം എന്നോണം ഈ പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തെ, അല്ലെ പാർട്ടി പറയുന്ന ഒരു കാര്യത്തെ, നിർദ്ദേശത്തെ വളരെ മനഃപൂർവ്വം നമുക്ക് പോലും തോന്നുന്ന രീതിയിൽ അദ്ദേഹം എന്തുകൊണ്ട് ലംഘിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പം നമുക്കറിയില്ല അദ്ദേഹം എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, ചിന്തിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരെന്ന് ചോദിച്ചു പോകും, യഥാർത്ഥത്തിൽ തരൂരിൻ്റെ നേതാവ് ആരാണ്, മോദിയാണോ എന്ന്. മോദി സ്തുതി അത്രത്തോളം പുള്ളി നടത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് തരൂരിന് കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഒരു ആഗ്രഹമുണ്ട്, മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായി വരാൻ ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു പോയതാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ വെടിപൊട്ടിക്കുന്നത് ഞാനിവിടെ ഉണ്ട് എന്ന്
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വാർത്തകളിൽ ഇടം പിടിക്കും എന്നതിനപ്പുറം ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ഓർക്കണം എന്നൊരു മുന്നറിയിപ്പ് കോൺഗ്രസിന് കൊടുക്കുന്നതാണോ? അതായത് ഈ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണഗതിയിൽ ഔദ്യോഗിക നേതൃത്വം നിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച പിന്നെ അദ്ദേഹത്തെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് അംഗത്വം കൊടുത്തു. അത് സാധാരണ അംഗത്വമാണ്. അതായത് പ്രത്യേക ക്ഷണിതാവുന്നു അല്ലെങ്കിൽ സ്ഥിരം ക്ഷണിതാവുന്നു അങ്ങനെയൊന്നും പറയുന്ന ഒരു അംഗത്വമല്ല അദ്ദേഹത്തിൻ്റേത്. ഫുൾ ഫ്ലഡ്ജ്ഡ് മെമ്പർഷിപ്പാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിനുള്ളത്. അപ്പം അന്ന് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ സ്പേസ് ഉറപ്പിക്കാനോ കണ്ടെത്താനോ നടത്തിയൊരു ശ്രമമായിരുന്നു AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഈ മത്സരം. അദ്ദേഹത്തിന് മോശമില്ലാത്ത 1076 വോട്ടോ മറ്റോ ലഭിച്ചു. അത്ര മോശമൊന്നുമല്ല കോൺഗ്രസിൻ്റെ ഈ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അടുത്ത കാലത്തെ ചില വോട്ടെടുപ്പുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒട്ടും മോശമല്ല. അത് കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ ചൂടുറപ്പിക്കാനൊരു ശ്രമം നടത്തി. അന്ന് വലിയ ചർച്ചയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹം കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു നേതൃ പദവിയിലേക്ക് വരുന്നതിന് ഞാൻ അനുകൂലിച്ചാണ്. അതിനുമുമ്പ് ഞാൻ അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അതിന് പറ്റിയ ഒരാളല്ല എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് മുൻപിലേക്ക് കയറി നിൽക്കാവുന്നതേ ഉള്ളൂ. നിൽക്കുന്നതിൽ തെറ്റില്ല. ഒരുപക്ഷെ പുള്ളിയെ പിന്നെ മുമ്പിൽ നിർത്തുന്നത് പാർട്ടിക്കും UDF ഗുണം ചെയ്യും എന്ന് ഒക്കെ എനിക്ക് ചില അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഞാനിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഈ രീതിയിലുള്ള ഈ മോഡി സ്തുതികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മറികടന്നുകൊണ്ട്, കാരണം ശശി തരൂർ ചുമ്മാതെ കയറി പാർലമെന്റിൽ ഒരു ദിവസം പിന്നെ ഉക്രൈൻ വിഷയം സംസാരിച്ചതല്ല. BJPക്കാർ പറയുന്ന അവരുടെ വാക്കുകൾ കടമെടുത്താൽ ഡിപ്ലോമസി നന്നായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹം. അത് വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞാലല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആലോചിച്ച് എടുത്ത ഒരു നിലപാടിനെ മറികടന്നുകൊണ്ട് മോഡിയുടെ അല്ലെങ്കിൽ BJPയുടെ ഉക്രൈൻ നയത്തെ വാഴ്ത്തുകയും മറിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വാഴ്ത്തുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം കൂടി രമേശ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ വാസ്തുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മോഡി ഉക്രൈൻ്റെ കൂടെയാണ്, മോഡി റഷ്യയുടെയും കൂടെയാണ്. പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് നമുക്കൊരു നയമുണ്ടായിരുന്നു, ചേരിചേരാ നയം. ആ നയമെന്ന് പറയുന്നത് നമ്മൾ ഒരു പക്ഷത്തും ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ചേരിയിൽ, അമേരിക്കയുടെ ചേരിയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയോ, അങ്ങനെ ഒരു ചേരിയുമില്ല, ചേരി ചേരാ നയമാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ രണ്ടിടത്തുമുണ്ട്. ഞാൻ പുടിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, സെലസ്കിയെ കാണുമ്പോഴും ആലിംഗനം ചെയ്യും. ഞാൻ രണ്ടിടത്തും ഞാനുണ്ട് എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്. അപ്പം അതിനോട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നത്. എന്തായാലും ശശി തരൂരിൻ്റെ ഇനി ഭാവിയിലുള്ള പുള്ളിയുടെ നീക്കം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പെട്ടെന്നൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ ഇപ്പോഴത്തെ ഒരു പോക്ക് കാണുമ്പോൾ? എനിക്കറിയത്തില്ല. നമ്മൾ ചിലരെ പറ്റി പറയും ഇങ്ങനെ എന്നാ ഉദ്ദേശിച്ചാണ് എന്ന് നമ്മൾ ചോദിക്കുകയില്ലേ എന്ന് പറഞ്ഞില്ല. തരൂർ എന്തുദ്ദേശിച്ച? തരൂർ നല്ല ബോധ്യത്തോടു കൂടിയാണല്ലോ ഈ മോഡിയുടെ വിദേശകാര്യ നയത്തെ അല്ലെങ്കിൽ മോഡിയെ ഒക്കെ പ്രശംസിക്കുന്നത്. നല്ല ബോധ്യത്തോടു കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഈ റെയ്സിന ഡയലോഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒരു സംവാദവേദിയാണ്. അവിടെ ആലോചിക്കാതെ പറയുന്നതല്ലോ. അപ്പം നമുക്ക് തോന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അതിനെ പറ്റിയൊരു ഉത്തരവില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു? എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വലിയ ഒരു പ്രാധാന്യം കൊടുക്കാതെ കണ്ടില്ല എന്ന് നടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ട് മനസ്സിലാക്കാം. താങ്ക് യു സർ.